ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഞാൻ നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തരുവാണ്. ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 77 ഓൾമോസ്റ്റ് 80 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എനിക്ക് എല്ലാം ഒന്നും ഡിസ്കസ് ചെയ്യാനുള്ള സമയമില്ല, സന്ദർഭമില്ല. പക്ഷേങ്കിൽ ഒരു അവസരം തരാം. ഇന്നത്തെ ഞാൻ 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അതിന് മുൻപ് ഞാൻ ഡിസ്കസ് ചെയ്ത പക്ഷേ എക്സാമിന് വരാൻ സാധ്യതയില്ല എല്ലാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഒരു അവസരം ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ സ്വയം പഠിക്കാനൊരു അവസരമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നതിനാകുമായിട്ട് ഈ രണ്ടാമത്തെ ക്വസ്റ്റിന് സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക, എടുത്താൽ വരെ സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക. ഈ 7ാമത്തെ ക്വസ്റ്റിന് സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക. ഈ 8ാമത്തെ ക്വസ്റ്റിന് സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക. അതിൻ്റെ ബാക്കി ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക. ഈ 9ാമത്തെ ക്വസ്റ്റിന് സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക. അതേപോലെ ഈ 10ാമത്തെ ക്വസ്റ്റിന് സ്ക്രീൻഷോട്ട് എടുക്കുക, അതിൻ്റെ ബാക്കി ഞാൻ കാണിച്ചു തരാം. ഇത് പഠിക്കുക, സ്ക്രീൻഷോട്ട് എടുക്കാം. ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്, സ്ക്രീൻഷോട്ട് എടുക്കാം. ഈ 16ാമത്തെ ക്വസ്റ്റിന് സ്ക്രീൻഷോട്ട് എടുക്കാം, പഠിക്കാം. അതിൻ്റെ ബാക്കി ഞാൻ കാണിച്ചു തരാം, സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, അതിൻ്റെ ബാക്കിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഈ 18ാമത്തെ ക്വസ്റ്റിന് സ്ക്രീൻഷോട്ട് എടുക്കാം, പഠിക്കാം. ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കാം, പഠിക്കാം. അതേപോലെ 19ാമത്തെ ക്വസ്റ്റിന് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇതിൻ്റെ ആൻസർ ഞാൻ അടുത്ത പേജ് കാണിച്ചു തരാം. ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതിൻ്റെ ആൻസർ ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കാം, പഠിക്കാം. ഇത് 20ാമത്തെ ക്വസ്റ്റിന് സ്ക്രീൻഷോട്ട് എടുക്കാം, പഠിക്കാം. ഈ 21ാമത്തെ ക്വസ്റ്റിന് സ്ക്രീൻഷോട്ട് എടുക്കാം, പഠിക്കാം. ഈ 22 ഇതിലെല്ലാം ന്യൂമറിക്കൽസ്, അപ്പോൾ എനിക്ക് ഒന്നും ഒഴിവാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറയാൻ ചാൻസ് ഉണ്ട്, നോക്കാം. ഈ 22ാമത്തെ ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുക്കാം, ബാക്കി ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കാം. ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കാം, പഠിക്കാം. ഈ 24ാമത്തെ ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുക്കാം, പഠിക്കാം. ഇവിടുത്തെ വരെ ഈ 27ാമത്തെ ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുക്കാം, പഠിക്കാം. ഈ 31ാമത്തെ ക്വസ്റ്റ്യന് സ്ക്രീൻഷോട്ട് എടുക്കാം, പഠിക്കാം. ഇത് കുറച്ച് ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ. ഇത് 31ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടുത്തെ വരെ ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കാം, പഠിക്കാം. ഈ 33ാമത്തെ ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുക്കാം, പഠിക്കാം. PH എൻ്റെ കോൺസെപ്റ്റ് സ്ട്രോങ്ങിന് ന്യൂമറിക്കൽ സ്ട്രോങ് വേണ്ടിയിട്ട് ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക്, അതായത് 41, 42 സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഈ 45ാമത്തെ ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. അതിൻ്റെ ബാക്കി ഞാൻ കാണിച്ചിട്ട് ഇത് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഈ 47ാമത്തെ ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. PH ഒന്നും കൂടി സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് ഈ 41ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. അതിൻ്റെ ബാക്കിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കാം. ഈ 50ാമത്തെ ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഇവിടുത്തെ വരെ ഈ 51ാമത്തെ ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഇത് അത്യാവശ്യം കുറച്ച് ലെവൽ കൂടി ചോദ്യം തോന്നുന്നുണ്ട്. ഓക്കെ, കുറച്ച് അടുത്ത വേറെ ഡേഞ്ചറസ് ക്വസ്റ്റ്യൻ ന്യൂമറിക്കൽ 52. ഈ ക്വസ്റ്റ്യന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതിൻ്റെ ബാക്കി ഞാൻ കാണിച്ചാൽ ഇത് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഈ 53ാമത്തെ ക്വസ്റ്റ്യന് വരാൻ ചാൻസ് ഉണ്ട്. ഇത് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ബാക്കി ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഈ 51ാമത്തെ ക്വസ്റ്റ്യൻ എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്, സ്ക്രീൻഷോട്ട് എടുക്കാം. ഈ 61ാമത്തെ ക്വസ്റ്റ്യൻ എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്, സ്ക്രീൻഷോട്ട് എടുക്കാം, പഠിക്കാം. ഈ ഇവിടുത്തെ വരെ ഈ 64ാമത്തെ ക്വസ്റ്റ്യൻ എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്, സ്ക്രീൻഷോട്ട് എടുക്കാം, പഠിക്കാം. അതിൻ്റെ ബാക്കി ഇവിടെയും കൊടുത്തിട്ട് ആൾട്ടർനേറ്റീവ് മെത്തേഡ്, അതായത് വേറൊരു മെത്തേഡ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് ഈ ക്വസ്റ്റ്യന്. ഈ 67ാമത്തെ ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുക്കാം, പഠിക്കാം. ഇതിൻ്റെ ബാക്കി ഞാൻ കാണിച്ചിട്ട് ഇത് സ്ക്രീൻഷോട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ സോളിബിലിറ്റി പ്രൊഡക്റ്റ് റിവൈസ് ചെയ്യേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻസ് മൊത്തം പ്രാക്ടീസ് ചെയ്യുക. ഇത് സ്ക്രീൻഷോട്ട് എടുക്കാം, ബാക്കി ഞാൻ കാണിച്ചു തരാം. ഇതും സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഇവിടുത്തെ വരെ ഈ 68ാമത്തെ കുറച്ച് ഡേഞ്ചറസ് ക്വസ്റ്റ്യനാണ്. ഇത് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇതിൻ്റെ റേഷ്യോസ് എല്ലാം ചോദിച്ചിട്ടുണ്ട്. ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഈ 71ാമത്തെ ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുക്കാം. ഇതിൻ്റെ ആൻസർ ഞാൻ കാണിച്ചു തരാം, അടുത്ത പേജിലുണ്ട്. ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. NCERT എക്സാംപ്ലറിൽ ഈ ക്വസ്റ്റ്യൻ 4 ചെയ്യുക. ഇൻക്രീസിങ് ഓർഡർ ഓഫ് PH ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഇവിടുത്തെ വരെ ഈ പേജ് കംപ്ലീറ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാം. ഇതെല്ലാം എക്സാമിന് വരാൻ ചാൻസില്ല ക്വസ്റ്റ്യൻസ് ആണ്. ഈ ലോങ് ടൈപ്പ് അടക്കം ഈ പേജും കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതും എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് അല്ലേ, സയൻസ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും. അതിൻ്റെ ബാക്കിയുണ്ട്. ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ വെച്ച ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യനാണ്. എനിക്ക് തോന്നുന്നത് KSP നമ്മുടെ സോളിബിലിറ്റി പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻ. ഇത് 69th ക്വസ്റ്റ്യൻ.
ഈക്വൽ വോളിയൂംസ് ഓഫ് 0.002 മോളാർ സൊല്യൂഷൻസ് ഓഫ് സോഡിയം അയോഡേറ്റ് NaI പിന്നെ കുപ്രിക് ക്ലോറേറ്റ് എന്ന് പറയുന്നത് CuClO3 ട്വൈസ് ആണ്. ഇതാണ് ക്ലോറേറ്റ് സാധനം. ആർ മിക്സ്ഡ് ടുഗദർ വിൽ ഇറ്റ് ലീഡ് പ്രസിപ്പിറ്റേഷൻ ഓഫ് കോപ്പർ അയോഡേറ്റ്. അപ്പോൾ ഇതിന്ന് കോപ്പർ അയോഡേറ്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. KSP ഓഫ് ഇത് തന്നിട്ട് കുപ്രിക് അയോഡേറ്റ് എത്ര തന്നിട്ടുണ്ട്? 7.4 × 10⁻⁸ തന്നിട്ടുണ്ട്. ഓക്കെ. For precipitation, ionic product greater than KSP. So first find concentration of copper 2+ ions and IO3- ions in mixture and then ionic product of ഈ സാധനം. If ionic product അതായത് greater than KSP, precipitation of CuIO3 ഇതിനാണ് ആക്ച്വലി കുപ്രിക് അയോഡേറ്റ് എന്ന് പറയുന്നത് will take place, otherwise not. ഓക്കെ. ഇത് ഗ്രേറ്റർ ആണെങ്കിൽ നടക്കും. ഇതിനെക്കാട്ടും അതായത് ഈ വാല്യൂവിനെക്കാട്ടും വലിയൊരു വാല്യൂ ആണ് അയോണിക് പ്രോഡക്റ്റ് എങ്കിൽ ഈ precipitation നടക്കും, ഇല്ലെങ്കിൽ നടക്കില്ല. സിമ്പിൾ. അത് ഒന്നിക്കൽ യെസ് അല്ലെങ്കിൽ നോ. സിമ്പിൾ എന്നാണ് 1 വേർഡ് ആൻസർ അത്. അപ്പോൾ 2NaIO3 ഓക്കെ സോറി എന്നോട് NaI അല്ല, അത് എന്നോട് സോഡിയം അയോഡേറ്റ് തന്നെ പറയുന്നത് ആക്ച്വലി പേര് NaIO3 ആണ് പ്ലസ് CuClO3 ഇത് ഈ എന്താണ് ട്വൈസ് ഗിവ്സ് 2NaClO3 പ്ലസ് CuIO3 ട്വൈസ്. ഇതാണ് ആക്ച്വലി കോപ്പർ അയോഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കോപ്പർ അയോഡേറ്റ് അല്ലേ. ഓക്കെ. അപ്പോൾ കോപ്പർ 2+ ഇൻ മിക്സ്ചർ എന്ന് പറയുന്നത് 0.002 ഡിവൈഡഡ് ബൈ 2 ഇതിൽ 0.001 മോളർ. ഈ IO3 അതായത് ഈ IO3 മൈനസിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? 0.002 ഡിവൈഡ് ബൈ 2 0.001 മോളാർസ്. ഓക്കെ. ഡ്യൂ ടു മിക്സിംഗ് ഓഫ് ഈക്വൽ വോളിയംസ് മോളർ കോൺസെൻട്രേഷൻ ഓഫ് ഈച്ച് സ്പീഷീസ് ഹാവ്ഡ്. അതായത് എന്തുകൊണ്ടാണ് ഇത് പകുതിയായത്? കാരണം അതായത് മിക്സിംഗ് ഓഫ് ഈക്വൽ വോളിയംസ് കാരണമാണ് രണ്ടിൻ്റെയും മോളർ കോൺസെൻട്രേഷൻ എന്തായിപ്പോയത്? പകുതിയായിപ്പോയത്. അതുകൊണ്ടാണ് രണ്ടും ഇത് ഈക്വൽ അല്ല മോളർ കോൺസെൻട്രേഷൻ, അതുകൊണ്ട് ഇതിനെ രണ്ടിന് പകുതി എടുക്കേണ്ടി വന്നത്. അപ്പോൾ ഇതും പകുതി ഹാഫ് റോഡ്. ഇതൊരു 50%, ഇതൊരു 50%, അതുപോലെ കണക്കാക്കിയാൽ മതി. അപ്പോൾ CuIO3 ട്വൈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് Cu2+ ആൻഡ് 2IO3 എന്താണ് മൈനസ്. അപ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ Cu2+ഉം ഈ സാധനം മൈനസ് അല്ലേ വരിക, 2IO3 മൈനസ്. CuIO3 ഇസ് പ്രസിപ്പിറ്റേറ്റഡ് ഇഫ് എന്താണ് അതായത് സോളിബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ ഗ്രേറ്റർ ദെൻ ഇതിൻ്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. KSP ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്തിട്ട് ഇതിൻ്റെ വാല്യൂ ഇതിനെക്കാളും ഗ്രേറ്റർ ആണോ നോക്കിയാൽ മതി. അപ്പോൾ എന്താ അതായത് അപ്പോൾ നമുക്ക് കിട്ടിയല്ലോ ഇതിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? 1 × 10⁻³ 0.001 മോളാർ അല്ലേ. ഇൻറ്റു ഇതേപോലെ ഇതും എന്താണ് 1 × 10⁻³ ഈക്വൽ ടു ഇതെന്താണ് ഇത് അതിൻ്റെ കംപ്ലീറ്റ് ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പോൾ എന്താ 10⁻³ ഇൻറ്റു ഇതിപ്പോൾ എന്താ 10⁻³ ഹോൾ സ്ക്വയർ. ഇതിപ്പോൾ A⁻m ഹോൾ n. അപ്പോൾ എന്താ A⁻m ആ പവേഴ്സ് തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ 10⁻6 ഇൻറ്റു 10⁻³ ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ -6. ഇതിപ്പോൾ A⁻m ഇൻറ്റു A⁻n ഈക്വൽ ടു A⁻m+n ഫോർമാറ്റാണ്. അപ്പോൾ 10⁻³ ഇൻറ്റു 10⁻6 10⁻³ -6 അല്ലെ പ്ലസ് -6. അപ്പോൾ എന്താ ഇതിൽ 10⁻⁻9 വന്ന്. ഓക്കെ, 10⁻⁻9. അപ്പോൾ എന്താ 10⁻⁸. യെസ്, അവിടെയാണ് പ്രശ്നം. 10⁻�9 ഈസ് ലെസ് ദെൻ 10⁻⁸. ഈ 10⁸ ആണ്. അതായത് ഇവിടെ 10⁻⁸ എന്ന് പറയുമ്പോൾ അതിൻ്റെ 0 കഴിഞ്ഞിട്ട് 8 പൂജ്യമാണ്. ഇതെന്നാ 0 കഴിഞ്ഞിട്ട് 9 പൂജ്യം. അപ്പോൾ 0 എന്താണ് കൂടുന്തോറും നമ്മളെ വാല്യൂ അത് വാല്യൂവിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരും. അപ്പോൾ ഏതാണോ മൈനസ് അതായത് നെഗറ്റീവിൽ ഏതാണോ കുറവില്ലത് അതായിരിക്കും ആൻസർ, അല്ല അതായിരിക്കും കൂടുതൽ ഗ്രേറ്റർ വാല്യൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതാ ഈ പറഞ്ഞ KSP ഗ്രേറ്റർ ദെൻ ആര് നമ്മളെ അതായത് ന്യൂമറിക്കലി KSP ഗ്രേറ്റർ ദെൻ അയോണിക് പ്രോഡക്റ്റ്. അപ്പോൾ എന്ത് നടക്കില്ല? ഹെൻസ് ദർ വിൽ ബി നോ പ്രസിപ്പിറ്റേഷൻ. യെസ്, സിമ്പിൾ. യെസ് ഓർ നോ. അപ്പോൾ ഇത് ഈ ഒരു കണ്ടീഷൻ ഓക്കെ ആണെങ്കിലാണ് നമ്മൾ പ്രസിപ്പിറ്റേഷൻ നടക്കും. ഇതിപ്പോൾ ഓക്കെ അല്ല, അതുകൊണ്ട് എന്ത് നടക്കില്ല? പ്രസിപ്പിറ്റേഷൻ്റെ ഫൈറ്റ് നടക്കില്ല. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. ഈ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ അവസാനിപ്പിക്കാം. ഞാൻ വീണ്ടും എന്താണ് പറയുന്നത്, നമ്മൾ അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന എന്താ കോൺസെപ്റ്റിൽ അതായത് ഇപ്പോൾ 2 സെക്ഷൻ, ഒന്ന് കെമിക്കൽ ഇക്വിലിബ്രിയം, പിന്നെ രണ്ടാമത്തെ അതായത് ഇത് ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് അയോണിക് ഇക്വിലിബ്രിയം. അപ്പോൾ അതിലെ ക്വസ്റ്റൻസ് തന്നെ ഞാൻ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നത് കണ്ട് ഇവിടെ PH എന്നെല്ലാം പറയുന്നത്. അപ്പോൾ അത് അയോണിക് ഇക്വിലിബ്രിയമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആണ്. അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എത്രയുണ്ട്? 3 അതായത് 310 Kelvin ടെമ്പറേച്ചറിൽ അയോണിക് പ്രോഡക്റ്റ് KW എത്രയാണ്? 2.7 × 10⁻14. വാട്ട് ഈസ് ദ PH ഓഫ് ന്യൂട്രൽ വാട്ടർ അറ്റ് ദിസ് ടെമ്പറേച്ചർ? അപ്പോൾ നമ്മൾ ന്യൂട്രൽ വാട്ടർ ഇതേ ടെമ്പറേച്ചറിൽ ന്യൂട്രൽ വാട്ടറിൻ്റെ PH കണ്ടുപിടിക്കണം. ഈ അയോണിക് പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്. എന്താ ചെയ്യുക നോക്കാം. KW = കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോണിയം അയോൺ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോക്സിൽ അയോൺ. അപ്പോൾ H3O+ ഇൻറ്റു അതായത് കോൺസെൻട്രേഷൻ ഓഫ് H3O+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH-. അതെത്ര തന്നിട്ടുണ്ട്? 2 പോയിൻറ്റ്സ്. അത് ഓൾറെഡി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. 2.7 × 10⁻14 അറ്റ് എത്ര ടെമ്പറേച്ചർ? ഇത്ര ടെമ്പറേച്ചറിൽ. അപ്പോൾ H2O+ H2O വാട്ടർ പ്ലസ് വാട്ടർ ഇസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് H3O+ ഇൻറ്റു OH-. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ H3O+ൻ്റെയും
പിന്നെ OH- ഇതിപ്പോൾ ഹൈഡ്രോണിയം അയോൺ, ഇത് എന്താണ് ഹൈഡ്രോക്സിൽ അയോണാണ്. രണ്ടിൻ്റെയും എന്താണ് കോൺസെൻട്രേഷൻ സെയിം ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പറഞ്ഞ ഇതിപ്പോൾ ഒരു എക്സ് ആണെങ്കിൽ ഇതും എക്സ്, അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആയിട്ട് എടുക്കുക. അപ്പോൾ എക്സ് സ്ക്വയർ അതായത് ഇതിപ്പോൾ എക്സ് ഇതും എക്സ്, അപ്പോൾ എക്സ് സ്ക്വയർ അതായത് രണ്ടിൻ്റെ വാല്യൂ സെയിം ആണ് ഞാൻ പറഞ്ഞത്. എക്സ് സ്ക്വയർ സിക്കൽ ഈ സാധനം 2.7 × 10⁻². നമ്മൾ ഈ പറയുന്നത് എന്ത് കിട്ടേണ്ടിയിട്ട് കളിക്കുന്നത്, ഈ കോൺസെൻട്രേഷൻ കിട്ടേണ്ടിയിട്ട് കളിക്കുന്നത്. കാരണം അതായത് ഈ പറഞ്ഞ pH ഈ കോൺസെൻട്രേഷനായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയ എന്താണ് റിലേഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഈക്വൽ ഇത്ര. അപ്പോൾ എക്സ് കണ്ടുപിടിക്കലൊക്കെ ഇതിന് റൂട്ട് എടുത്താൽ മതി. 2.7 × 10⁻14. അപ്പോൾ ഇതിന് ഈ 10⁻14 റൂട്ട് 10⁻−7, കാരണം 1/2 ആണ് വരിക. അപ്പോൾ പവർ തമ്മിൽ കട്ടായി പോകും. 14 × 1/2 എന്ന് പറയുമ്പോൾ അല്ല, -14 × 1/2 എന്ന് പറയുമ്പോൾ -7. പിന്നെ എന്ത് വരും, ഈ റൂട്ട് 2.7 1.643. ഇത് ഇത്രയും എന്താണ് മോളാർ, 1.643 × 10⁻7 മോളാർ. അപ്പോൾ pH കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇനി എന്ത് കണ്ടാൽ മതി. അപ്പോൾ ഒന്നിക്കൽ ഇത് എന്താണ് രണ്ടിന് സെയിം ആണ്. അപ്പോൾ ഒന്നിക്കൽ ഇത് H3O+ൻ്റെ കോൺസെൻട്രേഷൻ ആണ്, അല്ലെങ്കിൽ എന്താ OH- കോൺസെൻട്രേഷൻ. OH- കോൺസെൻട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ എന്തെടുത്താൽ മതി H3O+. അതായത് pH ലോഗ് ഒന്നിക്കൽ H+ ആവാം, അല്ലെങ്കിൽ -log, അതായത് -log ഒന്നിക്കൽ H+ അല്ലെങ്കിൽ H3O+, രണ്ടും നമുക്ക് acceptable ആണ്. അത് നമുക്ക് ചെയ്യാം. അപ്പോൾ എന്താണ് pH of -log H3O+ കോൺസെൻട്രേഷൻ, ഇതിൻ്റെ കോൺസെൻട്രേഷൻ എടുക്കും. അപ്പോൾ -log ഈ വാല്യൂ നമ്മൾ ഈ കണ്ടുപിടിച്ച് ഈ വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് തന്നെ എന്ത് ചെയ്യാതെ മൈനസ് എന്താണ് നമ്മൾ കാൽക്കുലേറ്റർ അടിക്കുക, മൈനസ് അടിക്കുക, ഷിഫ്റ്റ് അടിച്ചിട്ട് ലോഗ് അടിക്കുക, എന്നിട്ട് ഈ പറഞ്ഞ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ ആയിരിക്കും. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം പിന്നെ കുറച്ചും കൂടി എൻട്രൻസ് ഇല്ല ആൾക്കാർക്ക്, അതായത് കാൽക്കുലേറ്ററിന് ഉപയോഗിക്കാൻ പറ്റാത്ത എന്നെ പോലത്തെ ആൾക്കാരെല്ലാം ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഈ മെത്തേഡ് കുറച്ചും കൂടി എന്താണ് log A × log B എന്ന് പറയുന്നത് log of A + log of B എന്ന് പറയുന്നത് അത് വെച്ചിട്ട് ചെയ്യുന്നത്. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാൽക്കുലേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ കിട്ടും. 6.7844 അപ്രോക്സിമേറ്റ്ലി ഒരു 6.7 അല്ലേ 6.8 എന്ന് പറഞ്ഞിട്ട് ഫൈനലി pH എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ലെസ് ക്വാണ്ടിറ്റിയാണ്. ഇതായിരിക്കും ഫൈനൽ ആൻസർ. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. ഇനി നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ്, ഇനി ഒരു 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന് നമുക്കിനി അത് ബാക്കി ഇതിൽ കാണാം. ഓക്കെ, താങ്ക് യു.